അടുത്ത് വെച്ചിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ രണ്ടായത്തോടിയത് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതിപ്പോയ പെണ്ണേ, നമുക്ക് കരച്ചിൽ വരാത്തത് ആരോ നമുക്ക് ഉറപ്പ് തന്നതുകൊണ്ടാ. നമ്മൾ നരകത്തിൽ പോകൂല, ആരോ ഉറപ്പ് തന്നതുകൊണ്ടാ. നമ്മൾ നരകത്തിലെല്ലാം ആരോ നമുക്ക് ഉറപ്പ് തന്നതുകൊണ്ടാ. ആ ഉറപ്പ് തരുന്നത് ശൈത്താനാണ്. പ്രിയപ്പെട്ട മുഅ്മിനേ, ആ ഉറപ്പ് തരുന്നത് ശൈത്താനാണ്. നിന്റെ ഇബാദത്ത് പൊളിച്ചെടുക്കാനാണ്, നിന്റെ സൽക്കർമ്മങ്ങളെ നശിപ്പിക്കാനാണ്, നിന്റെ പുണ്യങ്ങളെ കൊല നടത്താനാണ് പിശാച് ചിന്ത നിനക്കിട്ട് തരുന്നത്. ആ ചിന്ത വേണ്ട ചെറുപ്പുളശ്ശേരിക്കാരാ, ആ ചിന്ത നമുക്ക് വേണ്ട പെങ്ങളെ, ആ ചിന്ത നമുക്ക് വേണ്ട പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഭയന്നു പോയാ. എന്തിനേറെ അല്ലാഹുവിന്റെ മാലാഖമാര് പോലും അത്ഭുതപ്പെട്ടു പോയി, കാവൽ ചോദിച്ചു പോയ ആ നരകത്തെ നമ്മളൊന്ന് മറന്നുപോയില്ലേ? ആ നരകത്തെക്കുറിച്ച് കാവൽ ചോദിക്കുന്ന ജീവിതത്തിന്റെ വിശ്വാസിയുടെ അന്തരീക്ഷങ്ങൾ ഏതോ പാശ്ചാത്യ ലോകം കവർന്നുകൊണ്ടുപോയില്ലേ? പണ്ട് പട്ടാമ്പിയിലും ചെറുപ്പുളശ്ശേരിയിലും പൊട്ടച്ചിറയിലും പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാടും വല്ലപ്പുഴയിലുമില്ല പാവപ്പെട്ട ചെറ്റക്കൂരയ്ക്കകത്ത് രാത്രിയിൽ വിളക്ക് കിടത്തിയിട്ട് ഉറങ്ങാൻ പോകുന്ന ഉമ്മ തലയിണയിലും മുഖമിങ്ങനെ അമർത്തി വെച്ചിട്ട് കിടക്കുമ്പോ ആ ഉമ്മ പറന്നുകൊണ്ട് കിടക്കുന്നത് റബ്ബേ, നിന്റെ സ്വർഗ്ഗത്തിൽ എനിക്ക് യോഗ്യതയില്ല അല്ലാഹ്, എന്നെയും എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന കണ്ണീരിന്റെ ഉമ്മമാര് പ്രസവിച്ച എന്റെ പട്ടാമ്പിയിലെ ചെറുപ്പുളശ്ശേരിയിലെ മക്കളെ, പൊന്നാനി സ്കൂളിന്റെ മുമ്പിൽ അഴിഞ്ഞാടിപ്പോയ മുസ്ലിം പെൺകുട്ടിയെ പോലെ തലശ്ശേരിയിലും മാഹിയിലും കൂത്തുപറമ്പിലും കോഴിക്കോട് കർണാടകയിലും മംഗലാപുരത്തും കാസർഗോഡ് കണ്ണൂരുമില്ല ഫേസ്ബുക്കിലൂടെ മുഖത്തോട് മുഖം നോക്കിയിട്ട് എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും. ഞാനൊരു മുസ്ലിമാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ചിലപ്പോ ഞാൻ പൊട്ടിടും, ചിലപ്പോ ഞാൻ കുറിയിടും, ചിലപ്പോ ഞാൻ മാറി തുറന്ന് കാണിക്കും, ചിലപ്പോ ഞാൻ കണ്ടവന്റെ കൂടെ ആഹ്ലാദിക്കും, ചിലപ്പോ ഞാൻ കണ്ടവന്റെ കൂടെ ദേശീയായി തുറന്നുകൊള്ളും, ചിലപ്പോൾ ഞാൻ പൂരപ്പറമ്പിൽ പോകും, ചിലപ്പോ ഞാൻ ആനപ്പുറത്ത് കയറും, ചിലപ്പോ ഞാൻ കുതിരയെ പോലെ ചാടുമെന്നല്ല. 16, 17, 18 വയസ്സായ പെൺമക്കള് അഭിമാനത്തോടെ രോമാഞ്ചം കൊള്ളുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് വിളംബരം നടക്കുമ്പോ എന്റെ ഉമ്മ, ആ ഭയം നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. വെള്ളിയാഴ്ച പള്ളിയിൽ ജുമാ നടക്കുമ്പോ നെറ്റോണാക്കിയിട്ട് മൊബൈലിലൂടെ വിരൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്തിന്റെ കാമകേട് കണ്ടുകൊണ്ട് കബറടക്കം ചെയ്തിരിക്കുന്ന മയ്യത്തിന്റെ മീസാങ്കലിൽ ചവിട്ടി നിന്നുകൊണ്ട് ലോകത്തിലെ കോമാളിത്തരത്തിലൂടെ പരിചയപ്പെടുന്ന അല്ലാഹുവിനെ കൊല്ലനം കൊത്തുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭയം നിനക്ക് എവിടെ പോയി പോന്നുപോലെ ഖുർആനെടുത്ത് വെച്ച് പൊട്ടിക്കരണ്ടിരുന്ന പഴയകാലത്തെ ഉമ്മമാരുടെ വാപ്പമാരുടെ കണ്ണീര് നീ മറന്നുപോയോ ചെറുപ്പക്കാരാ? പള്ളിക്കകത്ത് കടന്നിരുന്നിട്ട് നിന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരുപ്പമാര് അല്ലാഹുവേ പാതിരാസമയത്ത് നിലവിളിച്ച് വരുന്നിരുന്ന പാതിരാവിന്റെ തൗബയുടെ നിലവിളിയുടെ കണ്ണീരിന്റെ പശ്ചാത്താപത്തിന്റെ പ്രാർത്ഥനയുടെ ഇബാദത്തിന്റെ ആത്മീയമായ സുവരസങ്ങൾ എവിടെ പോയി അവസാനിച്ച ചെറുപ്പക്കാരാ? അതിനെ മടക്കിക്കൊണ്ടുവരണം മോനെ, അതിനെ മടക്കിക്കൊണ്ടുവരണം മോനെ. എത്ര നേർച്ചകൾ നടന്നാലും, എത്ര പൂരങ്ങൾ നടന്നാലും, എത്ര എഴുന്നള്ളിപ്പ് നടന്നാലും, എന്തൊക്കെ കൊണ്ടാടിയാലും കാരാഗ്രഹത്തിന്റെ അകത്തിടപ്പെട്ടവന്റെ മനസ്സുപോലെ എന്റെ മനസ്സിന്റെ ഉള്ളറയിൽ നിന്ന് ഈമാനിന്റെ മഹത്വത്തെ മെച്ചപ്പെടുത്താ ഞാൻ സമ്മതിക്കൂല എന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് തീരുമാനമെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ഈ ലോകം അവസാനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഈ ലോകം അവസാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യർ കബറിന്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് വരുന്ന ഭയാനകതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. അവിടെ കൊണ്ടുവരുന്ന നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ആരംഭ റസൂൽ അത്ഭുതത്തോടെ, അതിശയത്തോടെ, കൗതുകത്തോടെ കേട്ടിരിക്കുകയാണ്. وصدق المرسلون.
അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ ഖബറിന്റെ അകത്ത് എഴുന്നേറ്റ് വരുന്ന ഭയാനകരമായ രംഗമുണ്ടല്ലോ. ഒട്ടച്ചിറ അൻവരിയാറവിക്കോട് എന്ന് പെരുമാറിലും അടങ്ങാൻ നമുക്ക് തറവാട്ട് വെക്കുന്ന മനോഹരമായ വിഷയം 2 ദിവസം കേട്ട് പോലെ എന്റെ ചെറുപ്പുള ചോദിക്കാരാ ഖബറിന്റെ അകത്ത് വരുന്ന ഭയാനകരമായ ഭീമാകാരമായ ഭയവിഹ്വലമായ രംഗങ്ങളെ കുറിച്ച് അത്ഭുതത്തോടെ കേട്ടുപോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തേ, ആ ഖബറിന്റെ അകത്ത് എഴുന്നേറ്റ് വരുന്ന ഭയാനകരമായ മറ്റൊരു രംഗമുണ്ടല്ലോ. ആ രംഗമുണ്ടല്ലോ 3000-ഓളം വർഷം തെമ്മാടികളായ മനുഷ്യരുടെ മുഖത്തും ചാട്ടമാറും ഇരുമ്പിന്റെ ദണ്ടുകളും കൊണ്ട് അടിച്ചടിച്ചടിച്ച് വലിച്ചടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണ്. ആ സമയത്താണ് അവൻ പറയുന്നത് ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. പ്രവാചകന്മാർ പറഞ്ഞ അല്ലാഹു വാഗ്ദാനം ചെയ്ത മുന്നറിയിപ്പ് തന്ന മഹ്ശറ ലോകമാണ്. എന്റെ ചെറുപ്പക്കാരാ വിശ്വസിക്കണം മോനെ, കഞ്ചാവ് ശിരസിലൂടെ യാത്ര ചെയ്യുമ്പം മറന്നു പോകും ഈ പരലോകത്തെ. കല്ലിന്റെ സുഖരസങ്ങൾ ഞരമ്പിലൂടെ സഞ്ചരിക്കുമ്പോ അല്ലാഹുവിന്റെ വിധിന്യായത്തിന്റെ കോടതിയുടെ അവസ്ഥയെ മറന്നുപോകും ചെറുപ്പക്കാരാ. എന്റെ പൊന്നുമോനെ, ആ ചിന്തയെ മനോമകരത്തിലേക്ക് കൊണ്ടുവരിക. എത്രയോ ചെറുപ്പക്കാര് മരിച്ചുപോയടാ, എത്രയോ സഹോദരങ്ങൾ മരിച്ചുപോയടാ, എത്രയോ കൂട്ടുകാർ നമ്മളോട് യാത്ര നടന്നുപോയി മോനെ. 16, 17, 18 വയസ്സ് പോലും എത്താത്തവര്, 20, 25, 30 വയസ്സിൽ കിടക്കാത്തവര് കല്യാണം കഴിഞ്ഞ് തന്റെ പ്രിയതമയെ വന്ന് ഒരു നോക്ക് കണ്ട് ആസ്വദിച്ചു കൊല്ലുന്നതിന് മുമ്പ് കൊണ്ടുപോയ അല്ലാഹുവേ, ജീവിതത്തിന്റെ സുഖരസങ്ങളൊന്നും അനുഭവിക്കാൻ സമയം കിട്ടാറ് അല്ലാഹു കൊണ്ടുപോയ എത്രയോ ചെറുപ്പക്കാരാണ് ഇന്ന് എലമംഗലത്തുള്ള മുത്തുക എന്ന് പറയുന്ന സഹോദരനെ ക്യാൻസർ ബാധിച്ചിട്ട് വെല്ലൂരുള്ള CMC ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ കൊണ്ടിറങ്ങുകയാണ്. ഈ സദസ്സിലേക്ക് കയറുന്നതിന് 1 മണിക്കൂർ മുമ്പ് എന്നെ ഫോണിലൂടെ വിളിച്ചതാ. ഉസ്താദേ, ഞങ്ങൾ ഇന്ന് കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങൾ ദുആരക്കണേ. ഫോണൊന്നും അവന്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞപ്പോ വേറൊന്നും വേണ്ട ഉസ്താദേ, എന്റെ കൂട്ടുകാരന്റെ പണം ചിലവഴിക്കാൻ എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാൻ ആളുകളുണ്ട്, ഉസ്താദ് ദുആ ചെയ്യണേ. 5 നേരത്തെ ഉസ്താദിന്റെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആയില് ആയിരക്കണക്കിന് നിങ്ങളെപ്പോലെ പാവപ്പെട്ടവര് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ക്ഷീണം പോലും മാറ്റാതെ കിട്ടിയ പൈസ കൊണ്ട് വണ്ടിക്കൂലി കൊടുത്തിട്ട് ഓടിയെത്തുന്ന ഇതുപോലെ സൂര്യാരാമത്തിന് വന്നിരുന്നുകൊണ്ട് പൊട്ടിക്കിടന്ന് ആമീൻ പറയുന്ന സദസ്സില് എനിക്ക് ദുആരക്കണേ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബക്കാരുടെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര നല്ല ആരോഗ്യമുണ്ടായിരുന്ന ചെറുപ്പക്കാരനാ, എത്ര നല്ല സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നവനാ. എന്റെ സഹോദരാ ചിന്തിക്കുക, എന്റെ പെങ്ങളെ ചിന്തിക്കുക. 1 സെക്കൻഡ് കൊണ്ട് മാറി മറിയുന്ന ജീവിതം എന്ന് പറയുന്ന മാസ്മരികമായ മനം മയക്കുന്ന മധുരത്തിൽ മയങ്ങിപ്പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദുനിയാഹുൽവത്തുൽ ഹലറ, പച്ച പിടിച്ചതാണ്, മധുരമുള്ളതാണ്, രസമുള്ളതാണ്, സുഖമുള്ളതാണ്. പക്ഷേ അതിന്റെ പിന്നാലെ നടന്ന് ഒറ്റക്ക് നീ കിടക്കേണ്ടുന്ന ഖബർ, അവിടെ അനുഭവിക്കേണ്ടുന്ന നരകം നീ മറന്നുപോകല്ലേ. ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, ഖബറിന്റെ അകത്ത് നിന്ന് മനുഷ്യരെല്ലാം എഴുന്നേറ്റിങ്ങനെ വരുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ കൊണ്ടു നിർത്തുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ മനുഷ്യർ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒന്നാമത്തെ രംഗമേതെന്നറിയോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ സബാനിയത്തിന്റെ മലക്കുകൾ നരകത്തിന്റെ ഒരു ഭാഗത്തെ വലിച്ചടച്ചുകൊണ്ട് അവരുടെ മുൻപിലേക്ക് വരും നബിയേ. നമ്മുടെ ഈ കണ്ണുകൊണ്ടത് കാണണമമ്മ, നമ്മുടെ ഈ കണ്ണുകൊണ്ടത് കാണണം ചെറുപ്പക്കാരാ. അൽമറദ്ദ മിൻ സബീൽ, എവിടെയാണെന്ന് രക്ഷപ്പെടുക, എങ്ങനെയാണെന്ന് രക്ഷപ്പെടുക, എങ്ങനെയാണെന്ന് കരകയറുക എന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യരതാ നെഞ്ചത്തടിക്കുകയാണ്. ഞങ്ങൾക്ക് കാണാൻ കഴിയണില്ല അല്ലാ, അതിനുള്ള കേൾപ്പില്ല അല്ലോ.
70,000 മലക്കുകൾ, 70,000 ഓരോ മലക്കുകളുടെ കയ്യിലും 70,000 ചങ്ങലയിട്ടിട്ട് അല്ലാഹുവേ നരകത്തിന്റെ ഓരോ ഭാഗത്ത് വലിച്ചടച്ചു കൊണ്ടുവരുമ്പോ അതിന്റെ ഒരു ചങ്ങലക്കണ്ണിയുണ്ടല്ലോ, ദുനിയാവിന്റെ മുഴുവൻ ഇരുമ്പും ഒരുമിച്ച് കൂട്ടിയാ പോലും ആ നരകത്തിന്റെ വലിച്ചടച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലക്കണ്ണിയുടെ ഒരു ഭാഗത്ത് പോലും എത്തുകയില്ലെന്ന് മുത്ത് റസൂല് പറഞ്ഞു കൊടുക്കുമ്പോ അത്ര ഭയാനകരമായ, അത്ര ഭീതിജനകമായ, അത്ര ഭയവിഹുലമായ, അത്ര ഭയം വിളിച്ചു പൊട്ടിക്കരഞ്ഞു പോകുമാർ ആ ഭീകരമായ രൂപത്തിലൂടെ നരകത്തിന്റെ ഒരു ഭാഗത്ത് വലിച്ചടച്ചു കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂലേ ആ നരകത്തിൽ ഒരുപാട് രംഗമുണ്ട് നബിയേ. വ്യഭിചാരികൾ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന രംഗം ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാ. കള്ളുകുടിയന്മാര് കത്തിച്ചാരമാകുന്ന രംഗം ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാ. നരകത്തിന്റെ ഭയാനകരമായ രംഗത്തെ ജിബ്രീൽ വിശദീകരിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജിബ്രീലേ ജിബ്രീലേ മദീ ജിബ്രീൽ, എനിക്ക് കേൾക്കാൻ കഴിയണില്ല ജിബ്രീലേ, എന്റെ ഉമ്മത്തിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ജിബ്രീലേ. സ്ഥാനത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, വസ്ത്രധാരണത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, പലിശക്കെതിരെ, കള്ളിനെതിരെ, വ്യഭിചാരത്തിനെതിരെ ഭയാനകരമായ ഖുർആനിന്റെ മുന്നറിയിപ്പ് ഞാൻ അവർക്ക് കൊടുക്കുന്നത് അവര് നരകത്തിൽ ചെന്ന് പതിക്കുന്ന വിറക് കൊള്ളി കഷണങ്ങളായി പോകാതിരിക്കാനാണ് ജിബ്രീൽ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ജിബ്രീൽ, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരും നരകത്തിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ട് കത്തിക്കരിയുന്നത് കാണാൻ എനിക്ക് കഴിയില്ല ജിബ്രീൽ. ഭയാനകരമായ രംഗത്ത് നീ വിശദീകരിക്കുന്നത് കേട്ടിരിക്കാൻ പോലും എനിക്ക് കഴിയണില്ലെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞിട്ട് ജിബ്രീലിന്റെ മുഖത്ത് നോക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കരയുകയാണ്. ആരംഭ റസൂൽ ചോദിച്ചു, ജിബ്രീലേ നീ കരയുന്നതെന്തിനാണ്? നീ കരയുന്നതെന്തിനാണ്? നീ ആരാണ് ജിബ്രീൽ? അല്ലാഹുവിന്റെ മുഖറബീകളായ 10 മലക്കുകളിൽ ഒന്നാമനല്ലേ ജിബ്രീൽ. ഒരുപാട് അനുഗ്രഹം അല്ലാഹു തന്ന, ഒരുപാട് സ്ഥാനം അല്ലാഹു തന്ന, ഒരുപാട് ബറക്കത്ത് അല്ലാഹു തന്ന, ഒരുപാട് സൗഭാഗ്യം അല്ലാഹു തന്ന ജിബ്രീൽ, നീ എന്തിനാണ് കരയുന്നത് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം പൊട്ടിക്കരന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നെക്കാളും നല്ല മലക്കായിരുന്നു അസാസീൽ, എന്നെക്കാളും സ്വർഗത്തിൽ സ്ഥാനമുള്ള മലക്കായിരുന്നു അസാസീൽ. പക്ഷേ അല്ലാഹു അസാസീലിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ? ഇന്നവന് ശൈത്താനല്ലേ, ഇന്നവൻ ഇബ്ലീസല്ലേ, ഇന്നവൻ പിശാചല്ലേ. അസാസീലിനെ പിശാചാക്കിയിട്ട് നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുമ്പോ ആരാണ് പടച്ചവനെ ചോദ്യം ചെയ്യാൻ നബിയേ? ഇന്നു മുതൽ ജിബ്രീൽ നരകത്തിൽ കിടക്കട്ടെ എന്നല്ല പറഞ്ഞാൽ അങ്ങേക്ക് പരാതി പറയാൻ പറ്റുമോ നബിയേ? ആർക്കെങ്കിലും ചെന്ന് പടച്ചവനോട് പറയാൻ പറ്റുമോ? നമ്മുടെ ജിബ്രീലല്ലേ, അതുകൊണ്ട് നരകത്തിൽ എറിയല്ലേ എന്ന് പടച്ചവനോട് പറയാൻ ആർക്കാണ് പറ്റുക? അല്ലാഹുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമല്ലോ നബിയേ. ഈ ജിബ്രീൽ നരകത്തിലേക്ക് എറിയപ്പെടട്ടെ എന്ന് അല്ലാഹു കൽപ്പിച്ച തടയാൻ ആരാണുള്ളത് നബിയേ? തടയാൻ ആരാവുള്ളത് നബിയേ? അതുകൊണ്ട് എനിക്കും പേടിയാ നബിയേ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പൂർണ്ണമായും ഉറപ്പ് കിട്ടുന്നത് വരെ സമാധാനം എനിക്കുമില്ല എന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ട് കാവൽ ഓടിച്ച നരകമുണ്ടല്ലോ, ലാ യൻസജു ഖൽബി ഫഅമൂത്.
ഇനി നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല, എന്റെ കൽബിന് പിടിച്ചു നിൽക്കാൻ പറ്റൂല, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ചെറുപ്പുളശ്ശേരിയിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ശരീരമല്ല റസൂലുള്ളാഹുടേത്. ചെറുപ്പുളശ്ശേരിയിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ കട്ടിയല്ല മുത്തു ഹബീബിന്റേത്. അത്രത്തോളമുള്ള മുത്ത് റസൂൽ പറയുന്ന കഴിയുന്നില്ല. എന്റെ കൽബ് പോലും പൊട്ടിപ്പോകുമെന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞ് കാവലിനെ ചോദിച്ച നരകമുണ്ടല്ലോ, ജിബ്രീൽ കാവലിനെ ചോദിച്ച നരകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ